തോന്നുന്നു വില്ലന്റെ എൻട്രി, ദ മെയിൻ വില്ലൻ. അപ്പൊ ഒരു ലേറ്റ് എൻട്രി ആണ്. അതായത് റിയൽ കംസൻ, അതായത് ഒരു റിട്ടയർഡ് കംസനും കംസന്റെ മകൻ ജൂനിയർ കംസനുമാണ് ഏറ്റവും ലേറ്റായിട്ട് എൻ്റർ ആവുന്ന വില്ലന്മാര്. കൾട്ട് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഗ്ലാഡിയേറ്ററിലൊക്കെ കാണുന്നതിന്റെയൊക്കെ ഒരു വളരെ മിനി വെർഷൻ പോലെയുള്ള ഒരു കോമ്പാക്ട്, ഒരു ഗ്ലാഡിയേറ്റർ കോമ്പാക്ട് ഒക്കെ പോലെ കുറെ അടിമകളും ഇവരും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പാക്ട്. അപ്പൊ അവിടേക്ക് ഒരു രക്ഷകൻ മോഡലിലേക്ക് നമ്മളുടെ പാരി എന്ന് പറയുന്ന കഥാപാത്രം മാറുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു കൃഷ്ണന്റെ കഥ ഏകദേശം ഒരു സർക്കിൾ പോലെ വന്ന് എത്തുന്നത് ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ്. ചിലപ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് ഈ ഒരു സീക്വൻസ് കാണുമ്പോൾ പഴയ മോഹൻലാലിന്റെ യോധയൊക്കെ ഓർമ്മ വന്നാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കാം. പിന്നെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സ്ലേവ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ജിഗർദണ്ഡ 2-ന്റെ ആ ഒരു എലമെന്റ് ഇതിനകത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സ്ലേവ്സ്, അവരുടെ ഒരു റിഡംഷൻ, അവരുടെ ഒരു രക്ഷകനായിട്ട് എത്തുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു രീതിയിലൊക്കെ വന്നിട്ട്